ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാനെൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കണേ. ക്ലിയർ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല, ഇത്രയും നേരം കെടുക്കായിരുന്നു കേട്ടോ. മോനിക്ക് വയ്യാതായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൾക്ക് തക്കാളിപ്പനി, ചിക്കൻ ബോക്സ് എന്നറിയില്ല, ചിക്കൻ ബോക്സ് അല്ല, തക്കാളിപ്പനി. കാലിൻ്റെ അടിയിലും കയ്യിൻ്റെ അടിയിലും എല്ലായിടത്തും പൊന്തിക്കണം കേട്ടോ, മൊത്തം പൊന്തിക്കണം ആൾക്ക്. അങ്ങനെ ആയിട്ട് ആളോട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് നേരമായി വന്ന്, പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കിടന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ 2-3 ദിവസമായല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ച്. 2-3 ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്താ ഇപ്പം മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അവർക്ക്. അതെ, മോന് വന്നതാട്ടാ. ഞാൻ റൂം അടച്ചിരിക്കണം. അപ്പോൾ ഞാൻ റൂം അടക്കുമ്പോൾ ആൾ വരും ഉമ്മ വിളിച്ചിട്ട്. അപ്പോൾ വിധിയുടെ വിളയാട്ടം, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. വിധിയുടെ വിളയാട്ടം സ്കിറ്റിൽ 2ാം ഭാഗട്ടയിൽ എനിക്കറിയാം എല്ലാവർക്കും ഒരുപാട് വിഷമമായിട്ടുണ്ട്. അതുപോലെ ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് വീഡിയോ എടുക്കുമ്പോൾ എനിക്കത്ര തോന്നിയിരുന്നില്ല, സത്യം ഞാൻ പറഞ്ഞത്. വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അത്രക്കൊരു വിഷമം തോന്നിയിരുന്നില്ല കേട്ടോ. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്തോ പോലെ ഞാൻ പിന്നെ എനിക്ക് എന്തോ പോലെ കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥ അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അത് വേറൊരു രീതിയിൽ നമ്മൾ കഥ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കഥൻ്റെ അതൊരു കിട്ടില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പം അങ്ങനത്തെ ഒരു വിധിയൊന്നും പഠിച്ചാൽ ഒരാൾക്കും തരാതിരിക്കട്ടെ. ആർക്കും ഉണ്ടാവരുത് അല്ലേ, ആർക്കും ഉണ്ടാവരുത്. കാരണം ഒരു മനുഷ്യനക്കും അങ്ങനെ ഒന്നും താങ്ങാൻ പറ്റില്ല. എന്നിട്ട് അന്ന് തന്നെ കമൻറ്റിലിട്ടിട്ട് എല്ലാവരും പൊരിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതും അങ്ങനത്തെ ഒരു സ്കിറ്റായതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇടണമെന്ന് കുറേ ചിന്തിച്ചു. പിന്നെ ഞാൻ ചിന്തിക്കും, സിനിമയിലൊക്കെ എന്തോരം അഭിനയിക്കേണ്ട, ഓരോരുത്തർ പല രീതിയിൽ അഭിനയിക്കണം. പിന്നെ നമ്മൾ യൂട്യൂബേഴ്സിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പല രീതിയിലായിട്ട് ഇങ്ങനത്തെ നമുക്ക് ഇതിനെക്കാട്ടി സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും ഞാനിട്ടാ. എന്താ രണ്ടും കൽപ്പിച്ചിട്ടത്, പക്ഷേ ഇട്ടും ചെയ്ത് എനിക്ക് ഡിലീറ്റ് ആക്കാനും വയ്യ. അങ്ങനത്തെ ഒരവസ്ഥ. ഇതിനെ കൊണ്ട് കമൻറ്റിൽ എല്ലാവരും കൂടി ഇട്ട് പൊരിച്ചിട്ട് ഞാൻ എല്ലാവരോടും ഞാൻ പറയുകയാണ്. അതിലൊരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പൊറുക്കണം, വിഷമിപ്പിച്ചതിന്. ആരും ദയവ് ചെയ്തിട്ട് ഒന്നും തോന്നല്ലേ എന്നുള്ളത്. പിന്നെ അതിൽ ആരും ഒരു കമൻ്റ് ഇട്ട് അവരാർക്കും ഇങ്ങനെ ഒരു വരണം, ഇങ്ങനെയൊക്കെ ഒന്ന് അഭിനയിക്കാൻ പൈസക്കും വേണ്ടിയിട്ട് എന്നുള്ളത്. ഞാൻ ഇങ്ങനൊരു സ്കിറ്റ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അതൊരു കഥ ആയിട്ട് എടുക്കണം. അപ്പം നമ്മളിപ്പോൾ സിനിമയിലൊക്കെ എന്തെല്ലാം ഒരു സംഭവങ്ങളാണ് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതും സഹിക്കാൻ പിന്നെ എന്തെല്ലാം ഏറിപ്പോയ നമ്മൾ ആകാശദൂത് സിനിമ അതൊക്കെ ഒന്ന് കണ്ടു. എന്തെല്ലാം ഒന്നുണ്ട്. ആകാശദൂതൊക്കെ സിനിമ കാണുമ്പോൾ ഞാൻ നല്ലോണം കരഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും കാണുമ്പോൾ ഞാൻ കരയൂട്ട. എൻ്റെ മോനോട് ഞാൻ നാളിപ്പടുത്ത് പറഞ്ഞു, മോൻ്റെ കുട്ടി സിനിമ, അവന് വെറും വിജയിൻ്റെ ആളാണ്. വിജയിൻ്റെ ഏത് സിനിമ കണ്ടാലും, ഇപ്പോൾ സിനിമ കാണാത്ത ഒരു മക്കളുണ്ടാവില്ലല്ലോ, സിനിമ കണ്ടാലും അവന് അതിരിതാണ്. അപ്പോൾ ഞാൻ പറയും, ഈ തല്ലും കുത്തുമല്ലടാ കാണേണ്ടത്. നിങ്ങൾ വിജയിൻ്റെ ഞാൻ ഉമ്മച്ചൊക്കെ കണ്ടിരുന്ന കാലത്ത് നല്ല കഥയുള്ള സിനിമ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടോക്കൊണ്ടിന്ന് പറയും ഞാൻ മോനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതും ചിന്തിച്ചിട്ടാണ് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ആരും ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് നല്ലതെന്ന് ഞാൻ പറയണില്ല, എന്നാലും ഞാൻ പറയണം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അതങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയുകയാണ്, പൈസക്ക് നിങ്ങൾ പറഞ്ഞാലോ പൈസക്ക് വേണ്ടിയിട്ടാണ്. ഈ യൂട്യൂബിൽ വരുന്നവരും ആൾക്കാരും പൈസ ആഗ്രഹിക്കാതെ വരുന്നവരില്ല, എല്ലാവരും പറയും. പക്ഷെ ഞാൻ ഈ ഒരു കഥ ഇങ്ങനെയാണ് തുടക്കം, അങ്ങനെ ഞാൻ ഇട്ടതാണ്. എന്നാലാണ് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ബാക്കി പദം ഞാൻ ഈ സ്കിറ്റല്ലേ ചെയ്യണത്, അതാണ് അങ്ങനെ ഞാൻ ഇട്ടതാട്ടോ. അപ്പോൾ അതിലങ്ങനെ ഒരു കമൻറ്റ് വന്ന്, പഠിച്ചവൻ വലിയവനാണെന്ന് എനിക്കറിയാം. പഠിച്ചവൻ വലിയവനാണ്, നമ്മളെക്കാട്ടി എല്ലാ ലോക രക്ഷിതാവാണല്ലാന്ന് എനിക്ക് നല്ലോ അറിയാം, ബോധം നല്ലോ ഉണ്ട്. അപ്പം ഞാൻ പറയണത് എല്ലാവരോടും ഞാൻ പറയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിധിയുടെ വിളയാട്ടത്തിൻ്റെ 2ാം ഭാഗം വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കട്ടെ.
സോറി ഞാൻ പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞത് സോറിയാണ്. സോറി. ഇനി ഇതിൻ്റെ വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനവിടെ 3 ഭാഗത്ത് കണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. ബാക്കി ഞാൻ ഇടട്ടോ. പിന്നെ നമ്മളെ വീണ്ടും പ്രവാസം തേടിയെത്തി. നമ്മുടെ അക്കാൻ്റെ ലീവ് കഴിഞ്ഞ ആൾ പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെതായൊരു വിഷമവും കാര്യങ്ങളും. വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയൽ, ആൾക്ക് പ്രതീക്ഷിക്കാതെ 4 മാസം കിട്ടിയത്. ഒന്നാമതിൻ്റെ ഉപ്പാൻ്റെ അസുഖത്തിന് വേണ്ടിയിട്ട് ചികിത്സ, അപ്പോൾ ആരുമില്ല, കൊണ്ടെടുക്കാൻ ആരും ഇല്ലാതായപ്പോൾ അങ്ങനെ 4 മാസം കിട്ടിയതായിരുന്നു കേട്ടോ. പിന്നെ എന്താ ആരും കൊതിക്കാത്തൊരു സംഭവമാണല്ലോ പ്രവാസലോകം അല്ലേ. പിന്നെന്താ നമ്മൾ സാഹചര്യത്തിന് നമ്മൾ പോവേണ്ടി വരും. എന്താ പറയൽ, മക്കളെ ഭാവി ആലോചിച്ചിട്ട്, വീടിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഒരുപാട് പ്രവാസികൾ ഇന്നിപ്പോൾ അങ്ങനെയല്ലേ, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വീട്, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ അതിൽ പകുതി നിറവേറും, പകുതി നിറവേറില്ല. ഇക്ക ഓരോ പോക്കിലും പറയും, ഞങ്ങൾ ഇങ്ങോട്ട് വാടകയ്ക്ക് മാറിയ മുതൽക്കിട്ട, തറവാട്ടിൽ നിന്ന് വാടകയ്ക്ക് മാറിയ മുതൽക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ വീട് വെക്കണം, തറവാട്ടിലായിരുന്ന കൂട്ടത്തിലായി നിന്ന് അങ്ങനെ ഒരു വീട് വെക്കണം എന്നോ ചിന്ത ഇല്ലായല്ല, സാവധാനം മക്കളൊക്കെ വലുതാകുമ്പോഴത്തേന് വെക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങോട്ട് വാടകയ്ക്ക് മാറി. അതിൻ്റെ ശേഷമാണ് ആഗ്രഹം ഇല്ലായല്ല, സ്വന്തമായിട്ടൊരു വീട് എല്ലാവർക്കും, എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആഗ്രഹമാണല്ല, ഞാൻ പറയുകയാണ്, എൻ്റെ നല്ലോണം ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു ആഗ്രഹമാണ്. പടച്ചവൻ വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സുഖം കൂടി പടച്ചവൻ തരൂല എന്ന് പറഞ്ഞ മാതിരിക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഭാഗ്യം വരണമെന്നല്ലേ. പിന്നെ ചിലവരെ കുത്തവാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. ചിലവർ പറയും, എന്താ പറയുകയെന്നറിയാം, നിങ്ങൾക്ക് വീടാവട്ടെ എന്നിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരുള്ളൂ, നിങ്ങൾ കോട്ടേജിലല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം. അത് മുഖത്തൊക്കെയൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ എല്ലാ പോക്കിലൊക്കെ പറയും, ഇപ്രാവശ്യം വീട്ടുമൊക്കെ എന്തെങ്കിലും നോക്കണം, വീടുമൊക്കെ എന്നിട്ടോ നടക്കൂല. എല്ലാ കടങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ തീർന്ന് വരുമ്പോഴത്തേന് 1.5 കൊല്ലവും 2 കൊല്ലവും പിന്നെയും നാട്ടിൽ വന്നിട്ട് 3 മാസം നിൽക്കും, പിന്നെയും പോവും, പിന്നെയും കടവും. ഇപ്പോൾ മൂക്കറ്റം കടന്ന് പറയാൻ ഒരുപാട് കടമുണ്ട് കേട്ടോ. ഒരുപാട് കടമുണ്ട്. ആ കടത്തിനെ പേരിടുക. ഇനിയിപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ഞാൻ അങ്ങനെ ചിന്തിച്ച്, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീടെന്ന ലക്ഷ്യമാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് മൂക്കറ്റം കണ്ട് എല്ലാ ഇതിലും പോകുമ്പോഴും ഇങ്ങനെ തന്നെ പറച്ചിൽ. കടങ്ങൾ വന്ന് വീട്ടിലെ ചിലവ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് അതവിടെ കിടക്കും. അങ്ങനെയാണ്. പിന്നെ ഒരു പ്രതീക്ഷയല്ല മനുഷ്യന്മാർക്ക്, ഇന്നല്ലെങ്കിൽ നാളെ പടച്ചോന് ഒക്കെ റെഡിയാക്കി തരേക്കാരം. അല്ല എന്നും ഒരേപോലെ പടച്ചോനെ എല്ലാവരും കഷ്ടപ്പെടുത്തൂലല്ലോ, അതും ഞാൻ അങ്ങനെ ചിന്തിക്കട്ടെ. അങ്ങനെ അപ്പോൾ പൊന്നാരാ, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്, എനിക്കൊരു കോള് വന്നോട്ടോ. അപ്പോൾ അപ്പോൾ ഇക്ക വിളിച്ചതായിരുന്നു. കോള് സംസാരിച്ചപ്പോൾ 6 മണിയായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ല മഴക്കാറുണ്ട്, എന്തോരം മഴക്കാറാണെന്ന് അറിയാം, ഇരുട്ടായ പോലെ ഉണ്ട് വീടിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിധിയുടെ വിളയാട്ടത്തിൻ്റെ 4ാം പാർട്ട് ഞാനിവിടെ ഇട്ടാം. എന്നാ ഇടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പില്ല എന്നല്ല, മിക്കവാറും എത്രയും പെട്ടെന്ന് ഞാനിടാൻ നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നാളെ ഇടാൻ പറ്റില്ല. നാളെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ല, ഉപ്പാൻ്റെ വേറൊരു മോന് കോഴിക്കോടുള്ള ഉപ്പാനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയായാലും നാളെ ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി ഒക്കെ സെറ്റാക്കി എന്നാണോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അതിൽ ഞങ്ങൾക്ക് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി കണ്ട് ദുആ ചെയ്യും. അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം വരും. വരേക്കും അസ്സലാമു അലൈക്കും.